ഉം. വളരെ സന്തോഷമുണ്ട്. നമുക്ക് പാടാം. സിമ്പിളായ ഒരു വാക്കിൽ തന്നെ നല്ല ഇന്നർ മീനിങ്ങും ഉണ്ട്. ഞാൻ ഒരു 3 വർഷം മുമ്പ് ഒരു കാസറ്റ് ഇറക്കിയായിരുന്നു, നമുക്ക് നമസ്കരിക്കാം എന്ന് പറഞ്ഞ്. ആ, നമുക്കെന്ന് പറയുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ ഒരു വലിയൊരു പവറാണ്. ഇതൊരു ചെറിയ ഗ്രൂപ്പായിട്ടൊന്നും കാണണ്ട. 10 12 20 100. ഞാൻ ഇപ്പം 17 പള്ളിയിൽ ഇരുന്നേ. ഞാൻ ഏറ്റവും ചെറിയൊരു പള്ളി ഇരുന്ന് 12 മുറി എന്ന് പറഞ്ഞ പട്ടാഴിശ്ശേരിക്ക് അറിയാമല്ലോ പള്ളി, അറിയാമോ? അറിയാം 12 മുറി പള്ളിയിൽ, ആ പള്ളിയിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വിദേശത്ത് പോകുന്നത്. കുറേയേറെ എന്നെ ദൈവം ഉയർത്തിയത്. അപ്പൊ നമ്മൾ ചെറുതോ വലുതോ എന്റെ നാമത്തിൽ 2 3 പേർ എവിടെ കൂടിയാലും ഇതിന്റെ പിന്നിൽ ഒരു നല്ല എഫേർട്ട് ഉണ്ടെന്ന് അറിയാം. ഷീജ എന്നെ ഇതിലേക്ക് ക്ഷണിച്ചപ്പോൾ ഷീജയുടെ ഒരു ആത്മീയ നിറവ് വർഷങ്ങളായി എനിക്ക് പരിചയമുണ്ട്. അതുകൊണ്ടാകാം ഒരു വിശുദ്ധ കുർബാന എടുക്കുന്ന ഒരു പുരോഹിതൻ ആ ഭവനത്തിലേക്ക് വന്നത്. മാത്രമല്ല ഇതിലൊക്കെ എന്തുമാത്രം തീഷ്ണതയുണ്ടെന്നും, ഇതൊന്നും നമുക്ക് വൈകിട്ട് കുറേയേറെ ടൈമൊക്കെ പലതരത്തിൽ നമുക്ക് പോക്കാം. പക്ഷെ അവിടെ എല്ലാം ദൈവകാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും താല്പര്യം കാണിച്ചുകൊണ്ടാണ് ഞാൻ ഷീജയുടെ ഗ്രൂപ്പിൽ വരാമെന്ന് പറഞ്ഞ്. നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരെ കുറിച്ചെല്ലാം എന്നോട് പറയാറുണ്ട്. സന്തോഷമുണ്ട്. നിങ്ങൾ ഇതൊരിക്കലും ചെറുതായിട്ട് കാണരുത്. 2 കാര്യങ്ങളാണ് പറയുന്നത്. കർത്താവിന്റെ വേലയിൽ അലസനായവൻ ശപിക്കപ്പെട്ടവൻ. 2, ഒന്നും നിസ്സാരമായിട്ട് കാണരുത്. അല്ലെങ്കിൽ തുടങ്ങാതിരിക്കുക. എനിത്തിങ് പ്രസന്റ് നീഡ്ലി പ്രസന്റ്. ഒരു കാര്യം തുടങ്ങിയാൽ ഒരാളെ ഉള്ളെങ്കിൽ 2 പേരെ ഉള്ളെങ്കിലും 10 പേരെ ഉള്ളെങ്കിൽ, ഇപ്പം തന്നെ ഞാൻ ഗോസ്പൽ ഫോർ ഓൾ എന്ന് പറഞ്ഞു തുടങ്ങിയ 12 പേരുമായിട്ടാണ്. ഇപ്പം 300 പേര് അതിലുണ്ട്. 40 60 പേരോളം ജോയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം രാത്രി നമസ്കാരമൊക്കെ ഇടയ്ക്ക് നടത്തിയപ്പോഴൊക്കെ വലിയ താല്പര്യമായിരുന്നു. അപ്പൊ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേയേറെ ഓട്ടം ഓടിയിട്ടുണ്ട്, വിദേശങ്ങളിലും നാട്ടിലൊക്കെ തന്നെ. പക്ഷെ എപ്പോഴും സ്വസ്ഥമായിട്ടിരുന്ന് നമ്മളിത് പ്രാർത്ഥിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. നിശ്ചയമായിട്ട് ഇതിലുള്ള ഓരോരുത്തരുടെ ഉള്ളിൽ ഒരു നല്ല ദൈവത്തിന്റെ ടേണിംഗ് പോയിന്റ് കാണും. കാരണം എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ലെന്നാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് നല്ലൊരു ആകർഷണം നിങ്ങൾക്കുണ്ട്. അല്ലാതെ നമുക്ക്, കാരണം നമ്മളിന്ന് ടൗണിലോട്ട് ഇപ്പോൾ ഇറങ്ങിപ്പോയ എല്ലാ ഹോട്ടലിലും സ്ത്രീകൾ ഉൾപ്പെടെ വന്നിരുന്നങ്ങ് ഫുഡൊന്നും കഴിക്കാൻ തെറ്റല്ല, അങ്ങനെ പോകുന്നത് തെറ്റുമല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടില്ലേ, ഇന്ന് ഫുള്ളി ഈ പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് എന്റർടൈൻമെന്റ് ഒരുപാട് ഇറങ്ങുന്നത്. വീട്ടിൽ ഭക്ഷണം വെപ്പില്ല, സന്ധ്യാപ്രാർത്ഥനയില്ല. ആ സമയത്തൊക്കെ തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയല്ല, കൂട്ടിക്കൊണ്ടുവരിക. പത്രോസിനെ യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോയി. അപ്പൊ മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ട് വരണം, കുഴിയിൽ ഇറക്കരുത്. നമ്മൾ മുഖേന ഒരാൾ കുഴി ചാടിപ്പോകരുത്. അവരെ ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോകുന്ന, അവിടെയാണ് തേജസ്കരണം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് എൻ്റെ പാട്ടിനെ കുറിച്ചൊക്കെ ഷീജ പറഞ്ഞെങ്കിൽ ഇപ്പൊ അടുത്തിടെയായിട്ട് ഈ പ്രസംഗത്തിന് പോകുന്നതുകൊണ്ട് ഒച്ചയ്ക്ക് വ്യത്യാസമുണ്ട്. എങ്കിലും എപ്പോഴും ഞാൻ ഈ പാട്ടുകളൊക്കെ പാടാറുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു പാട്ടുണ്ടല്ലോ, അമ്മ മടിയിൽ ചേർത്തിരുത്തി അന്നെന്നോട് പറഞ്ഞു, ഈ അമ്മ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കൂല. അമ്മ മടിയിൽ ചേർത്തിരുത്തി അന്നെന്നോട് പറഞ്ഞു, ഈ അമ്മ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കൂല. ഇത് കേട്ടാൽ നമുക്കൊരു കോൺട്രഡിക്ഷൻ വരും. അമ്മയും അപ്പനും മറക്കത്തില്ലല്ലോ. എങ്ങനെയാ മറക്കുന്നേ? ഇപ്പൊ എൻ്റെ അമ്മയ്ക്ക് 89 വയസ്സുണ്ട്. ഇപ്പം പലതും ഓർമ്മയില്ല. ഒരു സമയത്ത് അവളുടെ ഓർമ്മ പോകും. അല്ലാതെ മാതാപിതാക്കന്മാർ മറക്കില്ല. പക്ഷേ അമ്മയപ്പന്മാർ മറന്നാലും മറക്കാത്ത ഒരു ദൈവസ്നേഹം നമ്മുടെ കൂടെ കാണും. നമ്മൾ എന്തിനാ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്നതെന്നറിയാമോ? ക്രിസ്ത്യാനി ഉചിതമായ നല്ലൊരു അന്ത്യത്തിന് നമ്മളെ യോഗ്യരാക്കി തീർക്കാനാണ്. കാരണം എൻ്റെ വലിയ ആഗ്രഹം, വിശുദ്ധ കുർബാനയൊക്കെ അനുഭവിച്ച് പള്ളിയിൽ പോയിട്ട് അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം. അന്നേ നമ്മളെ ദൈവം വിളിക്കാവൂ. ഒരു ഏത് പ്രായത്തിൽ വിളിച്ചാലും ദൈവവിളിയായിട്ട് നമ്മളത് കാണും. അതുകൊണ്ട് ഈ ഒരുക്കത്തോടൊക്കെ പോകുന്നവർക്ക് നല്ലൊരു ദൈവിക അന്ത്യം നമുക്ക് കിട്ടും. അതിന് ഈ പ്രാർത്ഥന ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം വൈകാതെ ഞാനൊരു ചിന്താവിഷയം എടുക്കാം. അത് നിങ്ങൾ ബൈബിള് തുറക്കണമെന്നില്ല, റെഫറൻസ് ഒന്ന് ഓർത്താൽ മതി. ഞാനതൊരു ടോപ്പിക്കായിട്ട് പറയുന്നെങ്കിലും ചിന്തകളായി ക്രോഡീകരിക്കുക. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലെ, വായിക്കണ്ട, ഞാൻ തന്നെ അത് പറയാം. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും തമ്മിൽ അവയവങ്ങളുമാണ്. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും
തമ്മിൽ അവയവങ്ങളുമാണ്. ഇപ്പൊ ഇവിടെ ഓർത്തഡോക്സ്, മാർത്തോമ, കത്തോലിക്ക, മറ്റ് സഭയിലുള്ള എല്ലാവരും ഉണ്ടെങ്കിലും ഈ വാക്യം ഡയറക്റ്റായിട്ട് ഓർത്തോണം. നമ്മൾ പലരാണെങ്കിലും ക്രിസ്തുവിൽ ഒരു ശരീരവും നമ്മിൽ അവയവങ്ങളുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വാക്യം നമുക്ക് തരുന്ന 3 ചിന്തകൾ: ഒന്ന്, കോൾ ടു ബി യുണൈറ്റഡ്; 2, നീഡ് ടു ബി സാങ്ക്ടിഫൈഡ്; 3, ടേക്കൺ ടു ബി ബ്രോക്കൺ. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാകാൻ വിളിക്കപ്പെടേണ്ടവർ, ഒന്നാകാൻ വിശുദ്ധീകരിക്കപ്പെടേണ്ടവർ, ഒന്നാകാൻ മുറിക്കപ്പെടേണ്ടവർ. കുറിക്കുന്നവർ ഈ പോയിന്റ് മാത്രം ഒന്ന് കുറിച്ചു. കോൾ ടു ബി യുണൈറ്റഡ്, നീഡ് ടു ബി സാങ്ക്ടിഫൈഡ്, ടേക്കൺ ടു ബി ബ്രോക്കൺ. നമ്മുടെ എല്ലാ ഒരു ഉദ്ദേശ ലക്ഷ്യം അനേകരെ ക്രിസ്തുവിൽ കൊണ്ടുവരണം. അതിനാണ് എഫേസ്യ ലേഖനം പറയുന്നത്, നിങ്ങളെ വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമാവണ്ണം സകല മനോവിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടി നടപ്പീൻ. അപ്പൊ നമ്മളെ കാണുന്നവർക്കും നമ്മളോട് സംസാരിക്കുന്നവർക്കും ക്രിസ്തുവിന്റെ സ്നേഹം കാണുവാൻ ഇടയാകണം. അപ്പൊ ഈ മുഖസ്തുതി പറയരുത്, ആവശ്യമില്ലാതെ. അത് തെറ്റാ, അത് പാപം എന്ന് കുർബാനക്രമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഉള്ള കാര്യം പറയാതിരിക്കാനും പറ്റില്ല. ഇപ്പം ഷിജയെ തന്നെ എനിക്കിത് ഞാൻ അങ്ങോട്ട് പറയായിരുന്നു. ഞാനിപ്പോൾ വലിയ പള്ളികളെക്കാൾ കൂടുതൽ ചെറിയ ഗ്രൂപ്പും കൊച്ചു പള്ളിയിലും, കാരണം നിങ്ങളുടെ ഒരു അംബീഷൻ മനസ്സിലായതുകൊണ്ടാണ്. അപ്പൊ നമുക്കിത് 10, 17, 20 പേരല്ല. നിങ്ങളൊരു തീരുമാനം എടുക്കണം. അനേകരെ ഈ പാടുക എന്ന് പറഞ്ഞാൽ വചന ശുശ്രൂഷ പോലെ തന്നെയാണ് ഗാന ശുശ്രൂഷ. ഈ വെളിയിലൊക്കെ മ്യൂസിക് തെറാപ്പി ഉണ്ടല്ലോ, ഡൽഹിയിലൊക്കെ നോക്കിയാൽ അറിയാം. രാവിലെ അവരെ എക്സർസൈസ് ചെയ്തിട്ട് 2 പാട്ടുകളൊക്കെ പാടി കൈയൊക്കെ അടിച്ച ഒരു പ്രത്യേക പവറിലാണ്. അതൊരു ബഹളം വെച്ചുള്ള കൈയടിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം കൃത്യമായിട്ട് ഈ ഒരു പവർ നമുക്ക് വരാൻ, നമുക്ക് നമ്മുടെ ഒരു ദൈവമേ, എനിക്ക് നാളെ എൻ്റെ ഈ ജീവിതം ഇവിടുന്ന് അവസാനിക്കുമ്പം 10 പേരെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ, നിങ്ങൾ അതുപോലെ ആരോടെങ്കിലുമൊക്കെ യേശുവിനെ കുറിച്ച് പറയണം. നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ ഭയങ്കര സന്തോഷം കിട്ടും. നമ്മൾ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും അറിയാം. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, കറുപ്പും വെളുപ്പും അല്ല, നമ്മളെ കാണുന്നവർക്ക് വീണ്ടും കാണാൻ തോന്നണം. അതാ സൗന്ദര്യം. ഈ സിഗ്മണ്ട് ഫ്രോയിഡ് പറയും, സം ടോട്ടൽ ഓഫ് ഓൾ ബിഹേവിയർ ഈസ് ഈക്വൽ ടു പേഴ്സണാലിറ്റി എന്ന്. മനസ്സും ശരീരവും എല്ലാം കൂടെ ടോട്ടലായിട്ട് ചെയ്യണം. ചിലവരെ കണ്ട പുറമേ നല്ല വെളുപ്പോ കറുപ്പൊക്കെ ആയിരിക്കും, ഇത്രയും അഴുക്ക് മനസ്സ്. അതുകൊണ്ട് യെശയ്യാവ് പറയുന്നത്, നീ കൈമലർത്തുമ്പോൾ ഞാൻ കണ്ണടയ്ക്കുമെന്ന്. കൈമലർത്തിയാൽ കണ്ണടയ്ക്കുന്നവനല്ല. അപ്പം കുറെയൊക്കെ അങ്ങ് ക്ഷമിച്ചേക്കണം, കുറച്ചൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞേക്കണം. ഈ വീടെന്ന വാക്കിന്റെ അർത്ഥം വിട്ടുകളയാനുള്ളതെന്ന്. അപ്പൊ അതുപോലെ നമ്മളെ മുറിപ്പെടുത്തുന്ന വാക്കുകളൊക്കെ ചിലർ പറയല്ലേ, ഞാനും പണ്ട് പറയാറുണ്ട്, ഞാൻ ഉള്ളത് മുഖത്ത് നോക്കി ചോദിക്കുന്നല്ലേ, ഞാൻ ഉള്ളത് മുഖത്ത് നോക്കി അങ്ങ് പറയും. പക്ഷെ ശരിക്കും ദൈവാത്മക്കൾ മുഖത്ത് നോക്കി പറയരുത്. കാരണം കർത്താവ് മുഖത്ത് നോക്കി നിലത്തെഴുതിയവനാ. മറക്കല്ലേ ഈ വരി. ഒരു സ്ത്രീയെ, മോശമായി ജീവിച്ച സ്ത്രീയെ കൊണ്ടുവന്നപ്പം കല്ലെറിയാൻ പറഞ്ഞു, എല്ലാവരും പോയി. അപ്പോൾ ആരുമില്ല. ആരുമില്ലാത്തവണ് 2 വരി അവളോട് പറയാം. പക്ഷെ അവളെ മുഖത്ത് നോക്കിയിട്ടൊന്ന് നിലത്തെഴുതി. മുഖത്ത് നോക്കി പറഞ്ഞുകൂടെ, എന്തെങ്കിലും തെറ്റുണ്ടോ? അതിൻ്റെ ഇല്ല. നിലത്തെഴുതിയിട്ട് മകളെ നിന്ന് വിളിച്ചു. പിന്നെ അവൾ അന്നു മുതൽ യേശുവിന്റെ കൂടെ നടന്നു. അപ്പോൾ ഒരു കുപ്പി വിനാഗിരി കൊണ്ട് പിടിക്കുന്നതിനേക്കാൾ ഈ ചെറുതുള്ളി തേൻ കൊണ്ട് പിടിക്കാം. വിമർശനം ചെറുതും പ്രോത്സാഹനം വലുതുമാകണം. അപ്പൊ യേശു നമുക്ക് അനേകരെ ക്രിസ്തുവിൽ കൊണ്ടുവരാൻ, ഞാൻ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്, കോൾ ടു ബി യുണൈറ്റഡ്. അതിന് മുഖത്തു നോക്കി നിലത്തെഴുതിയ യേശുവിനെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. 2, ബന്ധപ്പെട്ട് കയറിയവനെ ഇഷ്ടപ്പെട്ടവനാ. ഇവിടെ കഷ്ടതയെക്കുറിച്ച് കിരൺ പാടിയല്ലോ, നല്ല വോയിസ് ആകട്ടോ, നല്ല എൻ്റെ ആശയങ്ങളാണ്. ഇന്നെല്ലാവരും ഈ പ്രോസ്പെരിറ്റി പഠിപ്പിക്കുന്ന കാര്യമാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകും, മാതൃത്വം പാപമാണ്, കുടുംബം ബന്ധനമാണ്, കുഞ്ഞുങ്ങൾ ശല്യമാണ്, കഷ്ടത വേണ്ട, പട്ടിണി വേണ്ട, എല്ലാം പിള്ളേരോടൊക്കെ ചോദിച്ചാൽ അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കാന്നാ പറയുന്നത്. അതല്ല. ഈ കഷ്ടത ഇഷ്ടപ്പെട്ടാൽ അതുപോലെ വലിയൊരു സുഖം വേറെ ഇല്ല. അത് കർത്താവിന്റെ കൂടെ നടക്കുന്നവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ബന്ധപ്പെടുന്നവർക്ക്, ഇപ്പൊ സക്കായി ബന്ധപ്പെട്ടു, അവനെ ഇഷ്ടപ്പെട്ട് വിളിച്ചു അല്ലേ. നമ്മള് സക്കായി കാണാൻ ആഗ്രഹിച്ചതേ ഉള്ളൂ. അപ്പോൾ മറ്റുള്ളവരെ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു, മുഖത്തു നോക്കി നിലത്തെഴുതുന്നവരായിരിക്കണം. 2, ബന്ധപ്പെടുന്നവരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കണം. 3, വിശപ്പ് മറന്നവനെ അറിഞ്ഞു നിറച്ചവനാ. ഈ പുരുഷാരം വന്ന് കർത്താവിന്റെ അടുക്കൽ ഇരുന്നിട്ട് അതിൽ ഒരാളെങ്കിലും വിശക്കുന്നെന്ന് പറഞ്ഞു. ഇന്ന് നമ്മളൊരു പെരുന്നാളോ കൺവെൻഷനോ നടത്തി ആദ്യത്തെ കമ്മിറ്റി ഫുഡ് കമ്മിറ്റി ആയിരിക്കും. അത് കറക്റ്റ് അല്ലെങ്കിൽ എല്ലാം തീർന്നു. പക്ഷെ കർത്താവിന്റെ അടുക്കൽ വന്ന 3 ദിവസം ഇരുന്ന് ഒരാൾ വിശക്കുന്നെന്ന് പറഞ്ഞില്ല. അത് അറിഞ്ഞവനാ. വിശപ്പ് മറന്നാൽ അറിഞ്ഞു നിറയ്ക്കും. അപ്പൊ നമ്മളിവിടെ കോൺക്രീറ്റായി ദൈവാത്മാവിൽ സമയം ചെലവഴിച്ചാൽ ദൈവം നമ്മുടെ വിശപ്പുകളൊക്കെ അറിഞ്ഞു നിറയ്ക്കും. ആ വിശപ്പ് നിറയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
അപ്പോൾ ഇങ്ങനൊക്കെ വരുമ്പം നമുക്ക് അനേകരെ ക്രിസ്തുവിൽ കൊണ്ടുവരാനുള്ള കോൾ ടു ബി യുണൈറ്റഡ്. രണ്ടാമത് നീഡ് ടു ബി സാങ്ക്ടിഫൈഡ്. ഒന്നാകാൻ വിളിക്കപ്പെടണം. രണ്ട്, ഒന്നാകാൻ വിശുദ്ധീകരിക്കപ്പെടണം. കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം അത്രേ. എനിക്ക് കുറെ ഏറെ പേരെ അറിയാം. ചില കുഞ്ഞുങ്ങൾ പറയുന്ന കേട്ടിട്ടില്ലേ, ഞാൻ ഇനി മുതൽ പള്ളി പോകുന്നില്ല. അടുത്തൊരു പയ്യനെ നിർബന്ധിച്ചാൻ പറഞ്ഞു, ഞാൻ ഇനി പള്ളി പോകുന്നില്ല. എന്താണെന്നറിയാം, എൻ്റെ അമ്മ ഒരുപാട് പള്ളി പോകുന്നുണ്ടാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി മോനെ? എൻ്റെ അമ്മ പള്ളി പോകുന്ന അനുസരിച്ച് വീട്ടിൽ തെറിവിളിയും, അതുപോലെ തന്നെ യാതൊരു സ്വഭാവ വ്യത്യാസവും അതുമായി ഇല്ല. ഇപ്പൊ നമ്മൾ അങ്ങനെയുള്ളവരാകരുത്. റെയിൽവേ ട്രാക്ക് ഉണ്ടല്ലോ, വൺ സൈഡിൽ കൂടെ രണ്ട് പാളങ്ങൾ പോകുന്നത്. ആത്മീയതയും ലൗകികതയും ഒരിക്കലും കൂട്ടിമുട്ടില്ല. അങ്ങനല്ല. ലിവിങ് മാൻ ഈസ് ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്ന, ജീവിക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ മഹത്വമായിരിക്കണം. ഗ്ലോറി ടു ഗ്ലോറി ടു ഗ്ലോറി ഓഫ് ഗോഡ് എന്ന. അപ്പോൾ അവിടെ നമ്മള് 139 സങ്കീർത്തനം പറയാൻ, ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും. വ്യസനത്തിലുള്ള മാർഗം, അതിന്റെ അവസാനത്തെ വരിയാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യേണ്ടത്. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി, ശാശ്വതമായ മാർഗത്തിൽ നീ എന്നെ നടത്തണം. ഇപ്പൊ സെമിനാരിയിലെ ഒരു ചെറിയ, ഞാൻ ചെല്ലുന്നതിന് 2 വർഷം മുമ്പ് ഒരു സംഭവമാണോ, അതിന്റെ ലോജിക്ക് എനിക്ക് അറിയില്ല, ഒന്ന് പറയട്ടെ. അവിടെ ഞങ്ങളെ സെമിനാരി സന്ധ്യ കഴിഞ്ഞ പുറത്ത് വിടില്ല. അപ്പൊ അവിടെ ഒരിക്കൽ ഒരു സെമിനാരി വിദ്യാർത്ഥിയെ പാമ്പ് കടിച്ചു. അത് കടിച്ചോ ഇല്ലയോ അറിയില്ല. പെട്ടെന്ന് എല്ലാവരുടെ തുണിയിട്ട് കെട്ടിയിട്ട് ഒരു 10 പേരങ്ങ് ഒരുങ്ങി. എന്തിനാണെന്നറിയാമോ? ഈ പാമ്പ് കടിച്ചകളെ കൊണ്ടുപോകാൻ 10 പേർക്ക് ടൗണിൽ പോകാൻ. ഞങ്ങളെ ടൗണിൽ വിടില്ല. അപ്പം വിടാതിരിക്കാൻ പോകാൻ ഒരു സന്തോഷമല്ലേ. പെട്ടെന്ന് കറണ്ട് പോയി. ഒരു ആംബുലൻസാ വന്നത്. വണ്ടി വന്ന് ഹർത്താൽ എങ്ങാണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ എല്ലാവരും കയറി വണ്ടി മുന്നോട്ടെടുത്ത വാർഡനച്ചൻ പറഞ്ഞു വണ്ടി നിർത്താൻ. കാരണം ഈ പാമ്പ് കടിച്ച ആളെ കയറ്റിയില്ല. മനസ്സിലായി, കൊണ്ടുപോകാനിരുന്നവരെല്ലാം കയറിയത്. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിനെ കയറ്റാതെ, വിശദീകരണമില്ലാതെ ഒരിക്കലും അത് നമുക്ക് തന്നെ, ലോകത്തിൽ ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് ഏതാണെന്നറിയാമോ? സ്വന്തം തെറ്റ് മനസ്സിലാക്കാത്തതാ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ്. അത് തിരുത്താത്തതാണ് മറ്റൊരു തെറ്റ്. ഇപ്പം ദേവാലയത്തിൽ 2 പേര് പ്രാർത്ഥിക്കാൻ വന്നു അല്ലേ, ചുങ്കക്കാരനും പരീശനും. ചുങ്കക്കാരന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പക്ഷെ ശരിക്കും ചുങ്കക്കാരൻ നല്ലവനല്ല, പരീശനാ നല്ലവൻ. അത് കമൻട്രിയിൽ പറയുന്നത്, കമൻട്രി വായിച്ചു നോക്കണം. ഈ 7 ഉപകാരം മിനിമം ചെയ്യുന്നവനാ പരീശൻ. ബൈബിളിൽ കൊടുത്തില്ല, മരിച്ചവരെ സംസ്കരിക്കും, ക്ഷീണിതരെ കൊണ്ടു നടക്കും. ഇവിടെ പറയുന്നത് ആഴ്ച 2 ദിവസം ഉപവസിക്കും, പതാരം കൊടുക്കും, അതൊക്കെ ഉള്ളൂ. പക്ഷെ 7 കാര്യം ചെയ്യുന്നവന്. പക്ഷെ ഇവന് പറ്റിയ കുഴപ്പം, പള്ളിക്കകത്ത് കയറി ഇതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഒരു നോട്ടോടെ നോക്കി. ഞാനോ ഇല്ല നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല. വേറൊരാളെ നീതീകരിക്കാനല്ല നമ്മൾ പള്ളി പോകുന്നത്, നമ്മളെ തിരുത്താനാ. എന്നാൽ ചുങ്കക്കാരൻ പള്ളി കയറിയപ്പം ഞാൻ നോക്കിയിട്ട് യേശുവിനല്ല അവൻ ആദ്യം, അവൻ പരീശനെ നോക്കിയപ്പോൾ അവൻ പറഞ്ഞു, പരീശൻ എത്രയോ നല്ലവനാ. അവനെ കണ്ടിട്ടാണ് യേശുവിലേക്ക് നോക്കിയത്. അപ്പോൾ ആ മാറത്തടിച്ചിട്ട്, യേശുവേ ദൈവപുത്ര എന്നോട് കരുണ ചെയ്യണമേ. ഇപ്പം പ്രിയമുള്ളവർ, നമുക്കെല്ലാം പറ്റുന്നത്, നമ്മൾ ഈ ആത്മീയതയിൽ വരുമ്പോൾ മറ്റുള്ളവരെ വില കുറച്ച് കാണും. പ്രിയമുള്ളവരെ, ഭൂമിയിൽ ആരും വില കുറച്ചവനില്ല. ഏറ്റവും മോശമെന്ന് ചിന്തിക്കുന്ന നമ്മുടെ പ്രദേശത്ത് ഒരാളെ ഒന്ന് നോട്ട് ചെയ്തേ, അവർക്ക് ഒരുപാട് ഗുണങ്ങൾ കാണും. ഏറ്റവും നല്ലവനെന്ന് ചിന്തിച്ചവരെ നോക്കി, അവർക്ക് എന്തെങ്കിലും കുറവ് കാണും. പൂർണ്ണരായി ഭൂമിയിൽ ആരുമില്ല. ഒരിക്കൽ കണ്ണങ്കോട് പള്ളിയിൽ നിന്ന് ഞാൻ അവിടെ ഇരിക്കുമ്പം ഒരു കള്ളം കയറി മോഷ്ടിച്ചിട്ട് വഞ്ചി പൈസ ഇട്ടിട്ടാ പോയി. അതൊരു ഗുണമായിട്ടല്ല ഞാൻ പറഞ്ഞത്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തിരുക്കൂറിൽ എന്ന കവിതയിൽ പറയും, ജ്ഞാനിയുടെ മുഖത്ത് 2 കണ്ണും അജ്ഞാനിയുടെ മുഖത്ത് 2 പുണ്ണും. നമ്മൾ ഈ മറ്റുള്ളവന്റെ കുറവുകൾ ചെയ്യാൻ നിന്നാൽ എപ്പോഴും അതിനെ സമയം കാണും. മറ്റുള്ളവരുടെ നന്മ കണ്ടാലോ അതുപോലെ തന്നെ നമ്മൾ ഈ മറ്റുള്ളവർ കുറ്റങ്ങൾ പറഞ്ഞിട്ട് വൈകിട്ട് ഒരു കണ്ണാടിക്കകത്ത് നോക്കി നമുക്കൊരു മൃഗത്തിന്റെ ഷേപ്പൊക്കെ ഏകദേശം വരും. എന്നാൽ മറ്റുള്ളവരുടെ നന്മകൾ കാണുകയും പറയുകയൊക്കെ ചെയ്തേ, അതിന്റെ പേരാണ് പ്യൂരിഫിക്കേഷൻ. ഇപ്പൊ നമ്മുടെ ഫേസിൽ തന്നെ അത് അറിയാൻ പറ്റും. അപ്പോഴേ ഈ ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 5, 6, 7 നിങ്ങൾ പറ്റുമെങ്കിൽ ശാന്തമായിട്ടൊന്ന് വായിക്കണം. നീ ദൈവത്തെ ശ്രദ്ധയോട് അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്യുമ്പം നീ നിർമ്മലനും നേരുള്ളവനുമാണെങ്കിൽ അവനിപ്പോൾ നിന്റെ അടുക്കിലേക്ക് ഉണർന്നു വരുമെന്ന്. ഈ ഉണർവെന്ന് പറയുന്ന ബഹളം ഉണ്ടാക്കുന്നതല്ല. ഇപ്പൊ നമ്മളെല്ലാം ഈ ബഹളം ഭയങ്കര കാലഘട്ടത്തിൽ വലിയൊരു എന്തോ ഒന്നുമല്ല. നമ്മൾ ആലോചിച്ച ഒരു ബാങ്കിലെ മാനേജർ കുറച്ചേ സംസാരിക്കൂ, പ്യൂണായിരിക്കും അവർക്ക് സംസാരിക്കുന്നത്. പവർ ആർക്കാം? മാനേജർക്കാ അല്ലേ. ഒരു കോൺസ്റ്റബിൾ തെറിയൊക്കെ വിളിക്കും, പക്ഷെ ഒരു SP വിളിക്കില്ല. ലെവൽ കൂടും തോറും സൈലൻസ്
കൂടും. അപ്പൊ നമ്മൾ ആരാണെന്ന് എന്താണെന്ന് ഒത്തിരി അറിയിക്കാനൊന്നും പോണ്ട. അങ്ങനെ അറിയിച്ചിട്ട് കാര്യമില്ല. ഇപ്പം തന്നെ കണ്ടിട്ടില്ലേ, മക്കളുടെ ഫോട്ടോ, കൊച്ചുങ്ങളുടെ ഫോട്ടോ എല്ലാം എടുത്ത് ഫേസ്ബുക്കിൽ ഇടുക, എടുത്ത് സ്റ്റാറ്റസ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സ്റ്റാറ്റസ് ഞാൻ കൊടുത്തിട്ടില്ല. നിങ്ങൾ ആർക്കെങ്കിലും പറയാം, കൊടുക്കുക. ഇഷ്ടം പോലെ ഇടാനുണ്ട്. വെളിയിലൊക്കെ പോയി ഇഷ്ടം പോലെ ഇടാം. പിന്നെ അറിഞ്ഞു അറിയ പത്രത്തിൽ പോലും വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുക. കാരണം ജീവിതം ഇത്രയേ ഉള്ളൂ. എൻ്റെ ബ്രദർ, എൻ്റെ കൂടെ നടന്ന ബ്രദർ 4 കൊല്ലം മുമ്പ് കൊട്ടാരക്കര ടൗണിൽ വെച്ച് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. എൻ്റെ ഒരു വൈഫിന്റെ ആങ്ങള അഡ്വക്കേറ്റ് ആയിരുന്നു. 6 മാസം മുമ്പ് ലോകത്തോട് യാത്ര പറഞ്ഞു. അപ്പൊ നമ്മൾ എത്ര സന്തോഷിച്ചാലും വൺ സൈഡിൽ കൂടി ഇങ്ങനെ ദുഃഖം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരുപാട് സന്തോഷത്തിൽ മതിമറന്നു പോകരുത്, ഒരുപാട് ദുഃഖത്തിൽ വീണും പോകരുത്. ഈ സമാധാനം എന്ന് പറയുന്ന സമം പ്ലസ് ആധാനം. ഒരു ത്രാസിന്റെ വൺ സൈഡ് സുഖവും ദുഃഖവും ഒരുപോലെ വരുമ്പോഴാണ്. ഒരിക്കലും എല്ലാം ഓക്കെ ആയി പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനല്ല. നമ്മൾ ചേർന്ന് പഠിക്കുക, ദൈവാനുഗ്രഹത്തിനല്ല. ശ്രദ്ധിക്കണേ, ദൈവാനുഗ്രഹത്തിനല്ല നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് വരും, ദൈവത്തെ കിട്ടാൻ. ദൈവം നമ്മുടെ കൂടെ വന്നാൽ ദൈവാനുഗ്രഹം കൂടെ കഴിഞ്ഞ് പോരും. 1 പോയിന്റ്, റൈറ്റ് പോയിന്റ്, റൂട്ട് പോയിന്റ്, ദാറ്റ് ഇസ് ഗോഡ്സ് പോയിന്റ് എന്ന്. ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റ് മറക്കരുത്, നീഡ് ടു ബി സാങ്ക്ടിഫൈഡ്. അപ്പോൾ കോൾ ടു ബി യുണൈറ്റഡ്, നീഡ് ടു ബി സാങ്ക്ടിഫൈഡ്. മൂന്നാമത് ടേക്കൺ ടു ബി ബ്രോക്കൺ. നമുക്കറിയാം, ദേവാലയത്തിൽ ഏത് ഭക്ഷണവും തീർന്നു പോകും, പക്ഷെ വിശുദ്ധ കുർബാന തീരത്തില്ല. 1000 വീടുള്ള പള്ളിയിലൊക്കെ ചിലപ്പോൾ 2 കുർബാന അപ്പോൾ എടുത്തായിരിക്കും മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പം കുർബാന തീർന്നെന്ന് പറയില്ല. അതാണ് എൻ്റെ തീം. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമാണ്. ആ കുർബാന തീരാത്തതുപോലെ നമ്മൾ ഓർക്കണം, നമ്മുടെ ഭവനത്തിൽ വരുന്ന ആർക്കെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കണം. നമ്മൾ ഈ മുറിക്കപ്പെട്ട അപ്പം തരുന്ന എന്തിനാ? അത് മുഴുവനെ അല്ലല്ലോ തരുന്നത്. ആ തരുന്ന നമ്മൾ ഭക്ഷിച്ചിട്ട് അനേകരുടെ വിശപ്പ് മാറ്റാൻ. മൂത്താമ്പക്കൽ തറവാട്ടിൽ സാധു കൊച്ചുഞ്ഞുപദേശിയുടെ ഭവനത്തിലെ ബോർഡ് അറിയാമോ? യേശു ഈ വീടിന്റെ നായകൻ എന്നല്ല, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഹോവയെ സേവിക്കും എന്നല്ല. ഇത് ആണിയടിച്ച് നോക്കാൻ എളുപ്പമാണ്. വിശക്കുന്നവർക്ക് ഇവിടെ വന്ന് ആഹാരം കഴിക്കാം, ക്ഷീണിക്കുന്നവർക്ക് ഇവിടെ വന്ന് വിശ്രമിക്കാം. അതാണ് അവിടുത്തെ ബോർഡ്. വിശക്കുന്നവർക്ക് ഇവിടെ വന്ന് ആഹാരം കഴിക്കാം, ക്ഷീണിക്കുന്നവർക്ക് ഇവിടെ വന്ന് വിശ്രമിക്കാം. അതുകൊണ്ടല്ലേ എത്ര സുന്ദരമായ മഹേശ കരുണേശ പൊന്നുദാതാ നീ എനിക്കായി വേണ്ടതെല്ലാം ദയ തോന്നി നൽകുമ്പോൾ എന്റെ ദേഹി വ്രത കലങ്ങും നാദന്തീന്. ഇത് നമ്മളെ കുറിച്ച് മാത്രമല്ല, നാളെ കൊണ്ടൻ മനസ്സിൽ ലവാലേശം ഭാരമില്ല. ഇതൊക്കെ എന്നും 16 വയസ്സ് തോന്നാൻ കാര്യം, മുറിച്ച് അനേകർക്ക് കർത്താവിന്റെ ശരീരം പോലെ ഭാഗിച്ചു കൊടുത്ത വിശുദ്ധന്മാരും വിശുദ്ധരായ പ്രഘോഷകരും പ്രബോധകരും ഒക്കെ തന്നെ നമുക്ക് വലിയ ടേക്കൺ ടു ബി ബ്രോക്കൺ. ഞങ്ങൾക്ക് തന്നെ പട്ടം തരുമ്പോൾ ഞങ്ങളുടെ 2 സാധനം അത്. ശമ്മാശനാകുമ്പോൾ ഒരു മെഴുകുതിരി, അച്ഛനാകുമ്പോൾ ധൂപക്കുറ്റി. ഇത് 2 ഉരുകി സുഗന്ധമായി മാറി അതില്ലായ്മയാവുക. മനസ്സിലായില്ലേ? ടു സെർവ് ഇറ്റ്, ടു സെർവ് ഇറ്റ്, ടു സെർവ് ഇറ്റ്, ടു ഗ്ലോറി ഓഫ് ഗോഡ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇത്രയും മതി പോരെ? എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് സമയം പോലെ കയറാം. റോമാലേഖനം 12:5 ഓർക്കുക, പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും തമ്മിൽ അവയവങ്ങളുമാണ്. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, ഏത് പോസ്റ്റിൽ നോക്കിയാലും ചെറുപ്പക്കാരുടെ പടം ഒട്ടിച്ചിരിക്കുക. അവർ അവാർഡ് നേടിയിട്ടല്ല, എല്ലാം ലോകം വിട്ടു പോകുകയാണ്. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാമോ, ഷീജയ്ക്ക് ഇഷ്ടപ്പെടുന്ന, ഞാൻ പണ്ട് നാദാം മറക്കരുത് നാദാം മറയരുത് ആ പാട്ട് ട്യൂൺ ചെയ്ത എൻ്റെ കൂട്ടുകാരനാണ് വയലിൻ ജോസ്. മാരാമൺ കൺവെൻഷന്റെ പാട്ടാ അത്. ഓർമ്മയുണ്ടോ? നിറയുന്ന കണ്ണുകൾ തുടയ്ക്കുന്ന ദൈവമേ, പിടയുന്നുള്ള പരിതാപത്താൽ ഉൾപ്പൂവിനെ പോലും ശോധന ചെയ്തിടും. മറക്കല്ലെത്താവ സ്നേഹ സ്വരൂപം നാഥ, മറക്കരുതേ നാഥ, മറയരുതേ. നിന്നിലലിയാൻ നിന്നോടു ചേരാൻ ദിനവും നിൻ തിരുമാർവിൽ ചാരാൻ. ഒച്ച അടയ്ക്കുന്നുണ്ട്. ആ വയലിൻ ജോസിനെ ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി, എത്രയോ ലോകം മുഴുവൻ ഏറ്റുപാടി കെസ്ട്രാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പം ജോസിന് ഒരു ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു ആക്സിഡന്റ് പറ്റി കിടക്കും. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണം. പ്രിയമുള്ളവർ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. നന്നായി പ്രാർത്ഥിക്കുന്നവർ നന്നായി ജീവിക്കും, നന്നായി ജീവിക്കുന്നവർ നന്നായി പ്രാർത്ഥിക്കും.
ഒരു വാഹനം കിടന്ന് തുരുമ്പിക്കരുത്, ഓടിത്തേയണം. കിട്ടുന്ന സമയങ്ങളൊക്കെ തന്നെ ദൈവത്തിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും നല്ല പ്രകാശമായി തീരാൻ ദൈവത്തിന്റെ പരിശുദ്ധ രൂപ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ക്ലോസിംഗ് സോങ് ബിനി. ോരാശ്രയം പൂവിൽ വിശ്രാമം വേറെ ഈ പാരിലും പാരത്തിലും നിസ്തുല്യനിൻ പ്രിയൻ എന്റെ രക്ഷകൻ ദൈവമേ, നീയല്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരത്തിൽ ഞാൻ കാണുന്നുണ്ട് സ്നേഹസഖിയ ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എന്റെ രക്ഷകാ എൻ ദൈവമേ, നീയല്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതു നേരം.